നോക്കൗട്ട് മത്സരത്തിലെയും സെമി ഫൈനലിൽ പ്രകടനത്തിനും ശേഷം നമ്മുടെ അഭിമാനം സഞ്ജു സാംസൺ വേൾഡ് കപ്പ് ഫൈനലിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച് മലയാളികൾക്കല്ല ഇന്ത്യക്കാർക്ക് മൊത്തം അഭിമാനമായി മാറി. ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന അഭിഷേക് ശർമ്മേനെ ഫുൾ സപ്പോർട്ട് ചെയ്ത് അടിച്ച് പറത്തിക്കോ എന്നുള്ള രീതിയിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് അടുപ്പിച്ച് 50 അടുപ്പിച്ച് വേണ്ട സമയത്ത് നല്ല രീതിയിൽ ആങ്കറിങ് ചെയ്ത് ഇഷാൻ കിഷൻ വന്നപ്പോൾ ഇഷാൻ കിഷാനെ അടിക്കാൻ അവസരം കൊടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇഷാൻ കിഷാനെ കൊണ്ട് അടുപ്പിച്ച് തട്ടിമുട്ടി ആങ്കറിങ് കളിക്കാതെ സ്വന്തമായിട്ടും നല്ല സിക്സുകളും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല രീതിയിലൊരു കളിയിൽ എങ്ങനെ മോളിക്ക് കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ അതിമനോഹരമായിട്ട് ആങ്കറിങ് ചെയ്തു. അവസാനം സഞ്ജു ഔട്ടായതിൻ്റെ ശേഷം പിന്നെ സ്കോർ ബോർഡ് ചലിക്കാതായി. അവസാന ഘട്ടത്തിൽ വന്നിട്ട് ശിവൻ ദുബേൻ്റെ ഒരു ആറാട്ടും. അതോടുകൂടി നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലിൽ 250+ എന്നുള്ള സ്കോറിലെത്തി. എന്തു തന്നെയായാലും സഞ്ജുവിൻ്റെ ഈ വേൾഡ് കപ്പിലെ തിരിച്ചു വരവ് ഒരവസരത്തിൽ പുച്ഛിക്കപ്പെട്ട് ക്യാപ്റ്റൻ്റെ വക പുച്ഛിച്ച് തള്ളുന്ന രീതിയിൽ ചെറുച്ചിട്ടാണ് സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കളിയാക്കിയത്. അവിടുന്ന് തിരിച്ച് വന്ന് ആ ക്യാപ്റ്റൻ ഇന്ന് എന്താ ചെയ്തതെന്ന് നമ്മൾ കണ്ട്. അല്ല, കളിയിൽ ഡക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് തന്നെ കിട്ടും. കാരണം അന്ന് ആ പുച്ഛിച്ച് തള്ളിയ ആയ സഞ്ജു സാംസൺ ആണെന്ന് ഇന്ത്യൻ ടീമിൻ്റെ നെടും തൂണ് 3 മത്സരങ്ങൾ, ഈ ലാസ്റ്റ് കണ്ട 3 മത്സരങ്ങളിൽ. അപ്പോൾ അതാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ.